ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു നെക്കിൻ്റെ ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ ഇതിൽ ഞാനൊരു സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സ്ക്വയർ നെക്കിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് 40 ഇഞ്ച് ചെസ്റ്റിലുള്ള ഒരു കുർത്തിയും കൂടിയാണ്. അപ്പോൾ ഇത് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യാൻ പോയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതേപോലെയുള്ള മാച്ചിങ് ആയിട്ടുള്ള ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് 1/2 മീറ്റർ നമുക്ക് മതിയേ. അപ്പോൾ ഇത് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യാൻ പോകുന്ന ക്യാൻവാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്യാൻവാസിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചും ലെങ്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചുമാണ്. അത് ഒരു തുണിയിൽ ഞാൻ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് കൊടുക്കണേ. അപ്പം ക്യാൻവാസിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡിൽ 1/4 ഇഞ്ചിൽ നമുക്കിതേപോലെ 3 സൈഡിലും ഓരോ സ്റ്റിച്ച് കൂടെ ചെയ്തെടുക്കണേ. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മുടെ കുർത്തിയുടെ സെൻറ്റർ മാർക്ക് ചെയ്യുക. സെൻറ്ററിൽ നിന്ന് 2 വശങ്ങളിലേക്ക് 3 ഇഞ്ച് വെച്ച് നെക്കിൻ്റെ വിഡ്ത്തും കൂടെ ഒന്ന് മാർക്ക് ചെയ്തൊന്ന് കൊടുക്കണേ. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻവാസ് നമ്മൾ ഇതിൻ്റെ സെൻറ്ററും തമ്മിൽ വെച്ചിട്ട് നമ്മൾ ക്യാൻവാസെ കൊള്ളാതെ നമുക്ക് ഒരു സ്റ്റിച്ച് ഈ സ്ക്വയർ നെക്കിൽ തന്നെ നമ്മളൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/4 ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണേ. അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് മറിച്ചിടുമ്പോൾ കറക്റ്റ് നല്ല വശത്തേക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ സെൻറ്ററിലും 2 കോർണറിലും ഓരോ കട്ടിങ് കൂടെ കൊടുക്കണേ. കട്ടിങ് കൊടുക്കുമ്പോൾ നമ്മുടെ ചെയ്ത സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ട് ചെയ്താനേ. അപ്പോൾ എന്നിട്ട് നമ്മളിതൊന്ന് മറിച്ചിട്ടിട്ട് ഒന്നെങ്കിൽ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. സൈഡ് ചേർത്ത് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കിതൊന്ന് അയൺ ചെയ്താലും മതി. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യണേ. ഇനി എന്നിട്ട് നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് ഇല്ലേ, ആ ലെങ്തിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമ്മുടെ 9 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യണം. അങ്ങനെ ഞാൻ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതേ വിഡ്ത്തിന് തന്നെ നമുക്ക് താഴേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അതേപോലെ മറ്റേ സൈഡിലും അതേപോലെ നമ്മൾ വരച്ചെടുത്തിട്ട് ഒരു ബോക്സ് പോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ ഡിസൈൻ ചെയ്യാനുള്ള തുണി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് സ്ട്രെയിറ്റ് പീസായിട്ട് 3 ഇഞ്ച് വിഡ്ത്തിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതേപോലെ 1 ഇഞ്ച് വിഡ്ത്തിൽ നമുക്ക് കുറേ സ്ട്രിപ്പായിട്ട് കുറേ പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം. അങ്ങനെ 1 ഇഞ്ചിൻ്റെ കുറേ പീസ് കട്ട് ചെയ്തെടുക്കണേ. എന്നിട്ട് നമുക്കതെല്ലാം ഒരുമിച്ച് ഡോറി പോലെ ചെയ്യാനാണ്. അപ്പോൾ 3 ഇഞ്ചിൻ്റെ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മടക്കുമ്പോൾ നല്ല വശം ചീത്തവശം തമ്മിൽ മടക്കുമ്പോൾ നമ്മൾ 1.5 ഇഞ്ചിൻ്റെ പീസായിട്ട് കിട്ടും. എന്നിട്ട് അത് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നല്ല വശം മറിച്ചെടുക്കണേ. ഒരു ത്രെഡ് ഉപയോഗിച്ച് ഒരു കമ്പി വെല്ലം ഉപയോഗിച്ചിട്ട് അതിൻ്റെ അകവശം നമ്മൾ തിരിച്ചെടുക്കണം. അതേപോലെ നമ്മൾ 1 ഇഞ്ചിൻ്റെ പീസ് എടുത്തല്ലോ, അതെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ അതൊന്ന് 1/4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതും നമ്മൾ നീഡിലിൻ്റെയോ അല്ലെങ്കിൽ ത്രെഡ് വെച്ചിട്ടോ നമുക്കതൊന്ന് തിരിച്ചിടണം. അതെങ്ങനെയാണ് തിരിച്ചിടാൻ അറിയത്തില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഇടാമേ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ജോയിൻ്റ് ചെയ്ത് ഞാനൊരു ഡോറി പോലെ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഇതേപോലെ ഡോറി കിട്ടും. എന്നിട്ട് ഇതേപോലെ നമ്മൾ 1 ഇഞ്ചിൻ്റെ ലേസ് പോലൊരു 3 ഇഞ്ച് വിഡ്ത്തിലുള്ള തുണിയും നമുക്ക് കിട്ടുമേ. ഇതിന് പകരം നമുക്ക് ലേസ് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് വെക്കാവുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്തൂടെ ഞാൻ ഈ തുണിയുടെ ഏത് ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കണം. അകഭാഗത്തല്ല സ്റ്റിച്ച് ചെയ്യുന്നത്, പുറത്തൂടെയാണ് ഇതിൻ്റെ സ്റ്റിച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ സൈഡ് ചേർത്ത് സ്റ്റിച്ച് ചെയ്യണേ. അങ്ങനെ താഴെ വരെ നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ ആ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, ആ ലൈൻ വരച്ച അതേ രീതിയിൽ തന്നെ നമുക്ക് താഴെ വരെയും സ്റ്റിച്ച് ചെയ്യണം. താഴോട്ട് വരുമ്പം നമ്മൾ ഇങ്ങനെ തുണിയൊന്ന് മടക്കി അതൊരു സ്ക്വയർ ഷേപ്പിലാക്കണേ. തുണി നമ്മളിങ്ങനെ ആ ഭാഗം വെച്ചിട്ട് ഇങ്ങനെയൊന്ന് ക്രോസ് ആയിട്ടൊന്ന് മടക്കണം. മടക്കി കഴിയുമ്പോൾ നമുക്കത് ആ സ്ക്വയർ ഷേപ്പിൽ കിട്ടും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അതേ വെച്ച് തന്നെ
ഫിനിഷിങ്ങോടെ നമുക്കത് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ നമുക്കതൊന്ന് മടക്കിയിട്ട് നമ്മൾ അതിൻ്റെ മേലേക്കൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കണേ. അങ്ങനെ കറക്റ്റ് വെച്ചിട്ട് അതും അതിൻ്റെ സൈഡ് ഭാഗത്തൂടെ നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളേ. എന്നിട്ട് തുണി ഇങ്ങോട്ട് മടക്കിയിട്ട് അതൊരു സ്ക്വയർ രൂപത്തിലാക്കി അതേപോലെ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഒന്ന് മടക്കി അതേപോലെ സ്ക്വയർ രൂപത്തിലാക്കിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടി നമ്മളൊരു സ്റ്റിച്ച് കൊടുത്ത് മുകളിലേക്ക് സ്റ്റിച്ച് കൊടുത്തത് ഫിനിഷിംഗ് ആയി കിട്ടുമേ. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു സ്ക്വയർ രൂപത്തിൽ നല്ല ഭംഗിയായിട്ട് കിട്ടുമേ. ഇനി എന്നിട്ട് നമ്മൾ ആ സ്ട്രിപ്പ് തയ്ച്ച പീസല്ലേ നമ്മൾ വള്ളിയായിട്ട് തയ്ച്ച അത് 1 ഇഞ്ചിൽ നമ്മൾ ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ കണ്ടോ അകവശത്ത് ഇതേപോലെ വെച്ച് കൊടുത്ത് ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യണേ. അങ്ങനെ 2 സൈഡിലും ഞാൻ 4 എണ്ണം വെച്ചിട്ടാണ് ആ സ്ട്രിപ്പ് തയ്ച്ച് കൊടുക്കുന്നത്. എന്നിട്ട് വള്ളി നമ്മൾ അതേപോലെ എടുത്തിട്ട് അതിനാണ് കുറേയേറെ പീസ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ വള്ളി ഇതുപോലെ നമ്മളിങ്ങനെ കറക്റ്റ് നടുക്കെ വെച്ചിട്ട് വള്ളി ഞാൻ ആദ്യത്തെ 2 പിന്നെ സ്ട്രിപ്പിനകത്തിൽ കൂടെ ഞാൻ കടത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഇതേപോലെ ആ സ്ട്രിപ്പിനകത്തിൽ കൂടി കടത്തി എടുക്കണേ. അപ്പോൾ ആ സ്ട്രിപ്പിനകത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റിച്ച് വേണം കൊടുക്കാൻ, നല്ലതായിട്ട് കൊടുക്കണം. അഥവാ നമ്മൾ ഇത് ചില സമയത്ത് വലിക്കുമ്പോൾ ഊരിപ്പോകാത്ത രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ നല്ലതായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കണേ. അങ്ങനെ ഞാൻ ഒരു സൈഡിൽ 4 സ്ട്രിപ്പ് വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. ഇനി എന്നിട്ട് അതപ്പോൾ മറ്റേ സൈഡിലെ ഡോറിക്കകത്തിൽ പിന്നെയും പിന്ന് കുത്തിയിട്ട് മറു സൈഡിൽ ഓപ്പോസിറ്റായിട്ടുള്ള ഭാഗത്തോട് ഞാൻ ഇതേപോലെ ഈ ഡോറി കടത്തി നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കണ്ടോ ഇങ്ങനെ കുറുകെയുള്ള ഒരു ഡോറിയായിട്ട് കിട്ടുമേ. അപ്പോൾ ഇത് ചെയ്തെടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടിടുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. അങ്ങനെ നമുക്ക് എന്നിട്ട് ഇതിലേക്കൂടി കടത്തി എന്നിട്ട് ഇത് രണ്ടും കൂടെ പിടിച്ചിട്ട് നമുക്ക് അവിടെ ഒന്ന് കെട്ടിക്കൊടുക്കണം. ആ വള്ളി തമ്മിലൊന്ന് കെട്ടിക്കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കുവേ. എന്നിട്ട് നമ്മൾ അതിൻ്റെ അറ്റത്ത് ഓരോ ലട്കനും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതിൽ ഞാനങ്ങനെ വള്ളി കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് തന്നെ സെയിം പീസ് തന്നെ വെച്ചിട്ട് അറ്റത്ത് ലട്കനും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നെക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡിസൈൻ ചെയ്യാനെടുത്ത ആ പീസ് തന്നെയാണ് ഞാൻ ഇതിനകത്തിൽ സ്ലീവായിട്ടും സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാമേ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ സപ്പോർട്ടും ചെയ്യണേ. താങ്ക്